ഹായ് മോളു. ആന്റിന് മനസ്സിലായില്ലേ? ആന്റിന് മനസ്സിലായില്ലേ? ആന്റി രമണി ആന്റി ആ പഞ്ചായത്തിലുള്ളതാ. അംഗനവാടിക്ക് വരുമ്പോ ആന്റിനെ കാണാറില്ലേ മോള്? അമ്മ എന്തിയെ മോളുടെ? പോയി നോക്കാവോ ആരാന്ന്? എന്നോട് അറിയോന്നൊക്കെ ചോദിച്ചു. എന്താ രമണിയെ? ശാന്തിച്ചി എന്നെ മറന്നുപോയോ? നീ ഇവിടെ തന്നെ ഉള്ളത് രമണിയെ. നിന്നെ എങ്ങനെ നോക്കാനാണേ നമ്മള്? നീ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? പറഞ്ഞവാണോ നിന്നെ ഇവിടെ കണ്ടിട്ട്? ശാന്തി, നിനക്ക് എന്റെ തിരക്കറിഞ്ഞൂടെ? ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഞാനല്ലേ നമ്മുടെ വാർഡ് മെമ്പറായിട്ട് മത്സരിക്കുന്നത്. എവിടെ രാഘവനാണ് പോയി? പണിയൊക്കെ ഉണ്ടാവനെ എപ്പോഴും അവൻ വെള്ളടിച്ചിട്ട് വരാറുണ്ടാ? എന്തായാലും ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഞാനാണ് നിൽക്കുന്നത്. ഈ ഓറഞ്ച് അടയാളത്തിൽ എന്നെ നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അല്ല, കുടുംബശ്രീയൊന്നും നിന്റെ ഇപ്പൊ കാണാറില്ലല്ലോ, എന്ത് പറ്റി? എന്റെ രമണിയെ, എനിക്ക് എവിടെ നിന്ന് നേരം കിട്ടാനാടി? പണി കഴിഞ്ഞിട്ട് എന്റെ അടുപ്പ് പോകേ, എന്നാലല്ലേ കുടുംബശ്രീക്ക് വരാൻ സമയം കിട്ടുമോ? അതാ വരാതെ. നിങ്ങളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ വീടെങ്കിലും കിട്ടുമോടി നമുക്കൊക്കെ? എന്ത് ചോദ്യം ശാന്തേ? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പഞ്ചായത്തിൽ വരെ മാറ്റങ്ങൾ നോക്കണം. ഈ റോഡൊക്കെ ഉണ്ടല്ലോ വെട്ടിത്തിളങ്ങും. അപ്പൊ ഈ ഓറഞ്ച് അടയാളത്തിന് നീയും രാഘവനും വോട്ട് ചെയ്യാൻ മറക്കരുത്. എവിടെ മോളെ എവിടെ? ഈ ഓറഞ്ച് അവൾക്ക് കൊടുക്ക്. അവൾക്ക് മൂക്കൊലിപ്പ് ഉണ്ട്. മനസ്സിലായില്ലല്ലോ. ഇത് ഞാനാ രമണിയെ. അപേക്ഷ സമർപ്പിക്കാൻ വന്നാണ് എന്റെ അടുത്ത്. നമുക്കൊരു വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപേക്ഷ സമർപ്പിക്കാൻ വന്നാണ് എന്റെ അടുത്ത്. അപേക്ഷയോ? ഞാൻ ശ്രമിക്കാൻ രമണി. നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ പല വാഗ്ദാനങ്ങളും പറയും. പക്ഷെ ഇപ്പൊ പഞ്ചായത്തില് ഫണ്ട് കുറവാണ്. നമ്മൾ MP-ക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് താമസം എടുക്കുമെങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ? നീ അങ്ങനെയൊന്നും അല്ലല്ലോടി വോട്ട് ചോദിക്കാൻ വന്നപ്പോ പറയുന്നേ. ഇപ്പൊ എന്താ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നേ? ഞങ്ങൾ കഷ്ടപ്പെട്ട് രണ്ടുപേരും നിനക്ക് തന്നെ അല്ലേ വോട്ട് വന്നേ. ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. വോട്ട് ചോദിക്കുമ്പോൾ ഒരു സ്വഭാവം, അതായി ഒന്നും ചെയ്യാറുണ്ട്. എന്താ ചെയ്യാൻ അവസ്ഥയല്ലേ? എടുത്തു വരും. പിന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ എന്തൊക്കെ നമ്മൾ പറയും, അതൊക്കെ നടത്തി കൊടുക്കാൻ പോകല്ലേ.